ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. തമ്മിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് സ്നാക്ക് എന്നുള്ളത്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പി ഉണ്ട്. എഗ് പപ്സ് മാത്രമല്ല, നമുക്ക് ചിക്കൻ പപ്സും മീറ്റ് പപ്സും വെജ് പപ്സും എല്ലാം ഉണ്ടാക്കാൻ ഞാൻ ഇന്നിപ്പോൾ എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എഗ് പപ്സ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയ്ക്കായിട്ട് 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവോളയാണെങ്കിൽ 2 മതി. എൻ്റെ കയ്യിൽ മീഡിയം വലിപ്പമുള്ള സവോള ആയതുകൊണ്ട് 2 മീഡിയം വലിപ്പത്തിലും ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പഫ് പേസ്ട്രിയാണ്. 4 മുട്ടയ്ക്ക് 8 ഷീറ്റ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ആദ്യം നമുക്ക് സവോള ഒന്ന് നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നമ്മുടെ സവോളയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റിയെടുക്കാൻ ആവശ്യമായ ഓയിൽ, ഒരുപാട് ഓയിൽ വേണ്ട. നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാനൊന്ന് സവോള വഴറ്റിയെടുക്കാൻ പോവാണ്. ഒരുപാട് ബ്രൗൺ ആവണ്ട, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുന്നതിനേക്കാൾ നല്ലത് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നതാണ്. പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ സവോളയൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ വേണ്ടോ, നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്കിനി പൊടികളൊക്കെ ചേർക്കാൻ. നിങ്ങൾക്ക് തക്കാളി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ തക്കാളിയേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴാണ് കേട്ടോ. പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ആദ്യം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക്. എരിവിനനുസരിച്ച് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുള്ളൂ. കുരുമുളക് ചേർത്തിട്ട് നമുക്ക് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചിക്കൻ മസാല ചേർക്കണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊടികളൊന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർക്കാൻ. ടൊമാറ്റോ സോസും ഓവറായിട്ട് ചേർക്കരുത്, ചെറിയ അളവിൽ മാത്രം ചേർക്കുക. നിങ്ങൾ തക്കാളി ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, ഈ പൊടികൾ കുക്കാവാൻ തുടങ്ങുന്ന സമയത്ത്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മളെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കാം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കരുത്. ഇനി നമുക്കിതിലേക്കൊരു 30 മില്ലി അല്ലെങ്കിൽ 40 മില്ലി വെള്ളം ചേർത്ത് ഒന്ന് മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം വെള്ളമായി പോകരുത് കേട്ടോ. നമ്മുടെ മസാല ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നാൽ മതി. സവോള ഒന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായി വരണം, അത്രേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്കും കൂടി ആവശ്യമായ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് ഡ്രൈ ആയി പോകണ്ട. ഇത്രയും ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തു, ഉപ്പ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഒരുപാട് ഓയിലായി പോകരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പപ്സിൽ ഒരുപാട് ഓയിലായി പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് ഓയിൽ വേണം നമ്മൾ ഇതുപോലെ മസാല റെഡിയാക്കിയെടുക്കാൻ. മസാലയുടെ ചൂട് മാറി വന്നിട്ട് നമുക്ക് പപ്സ് റെഡിയാക്കാം, ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ചൂട് മാറട്ടെ. നമ്മുടെ മസാല ചൂട് മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് എഗ് വാഷിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. മുട്ടയും പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, നമ്മുടെ പേസ്ട്രി ഷീറ്റിൽ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എക്സ്ട്രാ ഉപ്പ് ചേർക്കണ്ട. മസാലയ്ക്ക് ഉപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് പേസ്ട്രി ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു പേസ്ട്രി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാല, ഒരുപാട് മസാല വയ്ക്കരുത്, ചെറിയ അളവിൽ മസാല വെച്ച് കൊടുക്കുക. സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി 4 സൈഡിൽ നിന്നും ഈ പേസ്ട്രി ഷീറ്റ് എടുത്തിട്ടൊന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന പേസ്ട്രി ഷീറ്റിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്യുക. അപ്പോൾ പേസ്ട്രി ഷീറ്റ് എത്ര സമയം മുന്നേ ഫ്രീസറിൽ നിന്ന് എടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കിത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടുത്തതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഫ്സൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എഗ് വാഷ് ചെയ്യാം. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെക്കാട്, ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാം കേട്ടോ ട്രെയിൽ വെക്കുമ്പോൾ. ഇല്ലെങ്കിൽ കുക്കായി വരുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ഒരു ട്രെയിൽ 4 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് പഫ്സൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ പഫ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇതൊന്ന് ചതഞ്ഞു പോയി, എൻ്റെ കയ്യിൽ നിന്നൊന്ന് പ്ലേറ്റിലേക്ക് വീണതാണ്, വേറൊന്നല്ല. പ്ലേറ്റിലേക്കല്ല, കയ്യിലോട്ട്. അതെ, എൻ്റെ കയ്യിൽ നിന്ന് ട്രേയിൽ നിന്ന് കയ്യിലേക്ക് വീണതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചതഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ കഴിക്കുക. ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.